യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഏറ്റവും അടുത്ത് നമ്മോട് ഇടപെടുന്ന വ്യക്തിക്ക് പോലും നമ്മെ നന്നായി മനസ്സിലാക്കണമെന്നില്ല. പലപ്പോഴും ഒരു വ്യക്തിയെ യഥാർത്ഥമായി മനസ്സിലാക്കാതെ നാം അവരിൽ കുറ്റം ആരോപിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യും. എത്ര വർഷങ്ങൾ കൂടെ കഴിഞ്ഞാലും സ്വന്തം പങ്കാളിയെ മനസ്സിലാക്കാത്ത, മക്കളെ മനസ്സിലാക്കാത്ത, മാതാപിതാക്കളെ മനസ്സിലാക്കാത്തവരും ഉണ്ട്. പിന്നീട് ഏതെങ്കിലും ഒരു അവസരം വരുമ്പോഴാണ് അവരെ വ്യക്തമായി നാം മനസ്സിലാക്കുന്നത്. അപ്പോഴേക്കും വൈകിപ്പോയിരിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23 അധ്യായം 39 മുതൽ വായിക്കുമ്പോൾ യേശുവിനോടുകൂടെ 2 പേരെ അന്നേ ദിവസം ക്രൂശിച്ചതായി കാണാം. ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെ ക്രൂശിച്ചു എന്ന വിവരം മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ. എന്നാൽ ഇവരെപ്പറ്റി നാം തെറ്റായി ചില കാര്യങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. വലതുഭാഗത്തെ കള്ളൻ നല്ലവനെന്നും ഇടതുഭാഗത്തെ കള്ളൻ ദുഷ്ടനെന്നും നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരാൾ മോശക്കാരനും മറ്റേയാൾ മര്യാദക്കാരനുമാണോ? ഒരിക്കലുമല്ല. മർക്കോസ് സുവിശേഷത്തിലും മത്തായി സുവിശേഷത്തിലും ഇവരെപ്പറ്റി പറയുന്നുണ്ട്. അവനോടുകൂടെ ക്രൂശിൽ തൂക്കിയിരുന്ന കള്ളന്മാരും അവനെ പരിഹസിച്ചു എന്ന് പറയുന്നു. 2 പേരും കള്ളന്മാരായിരുന്നു. 2 പേരും ദുഷ്ടന്മാരും പാപികളും നീചന്മാരും ആയതിനാലാണ് അവർക്ക് 2 പേർക്കും റോമാ ഗവൺമെൻറ് ക്രൂശീകരണം വിധിച്ചത്. ഇവരുടെ 2 പേരുടെ നടുവിലാണ് യേശുവിനെ അവർ ക്രൂശിച്ചത്. ക്രൂശിച്ചതിന് ശേഷം 5-6 മണിക്കൂർ ക്രൂശിൽ കിടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് വേദഭാഗത്തിൽ നാം വായിച്ചത്. ക്രൂശിൽ കിടക്കുന്ന ഈ 2 പേർക്ക് യേശുവിനോടൊത്ത് ചില മണിക്കൂറുകൾ ചെലവഴിക്കാൻ സാധിച്ചു. ആ സമയത്തും അവർ കൂടെ ക്രൂശിലേറിയ യേശുവിനെ പരിഹസിക്കാനും കുറ്റം പറയാനും ശ്രമിച്ചു. 2 പേരും പാപികളായിരുന്നിട്ടും അവരെപ്പറ്റിയോ അവരുടെ പാപത്തെപ്പറ്റിയോ അവരുടെ അന്തത്തെപ്പറ്റിയോ അവർ ചിന്തിച്ചതേയില്ല. യേശുവിൻ്റെ സാമീപ്യം ആ 2 പേരിൽ 2 തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉളവാക്കിയത്. ഉദിച്ചുയർന്നു നിൽക്കുന്ന സൂര്യൻ്റെ ചൂടിൽ മെഴുകുരുകുമ്പോൾ ചെളി കൊണ്ടുണ്ടാക്കിയ ഇഷ്ടിക കട്ട പിടിക്കുന്നു. ഒരേ ചൂടാണ് 2 പദാർത്ഥത്തിലും വീണത്. എന്നിരുന്നാലും റിസീവ് ചെയ്ത പ്രതലത്തിൻ്റെ അല്ലെങ്കിൽ പദാർത്ഥത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് മാറ്റമുണ്ടായത്. ഇതുപോലെ യേശുവിനെ പറ്റിയും യേശുവിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റിയും വീര്യപ്രവർത്തികളെപ്പറ്റിയും കേട്ടിട്ടും അത് വിശ്വസിക്കാത്തവരിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. മാറ്റമുണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയണം. പത്രോസിൻ്റെ പടകിൽ യേശു അത്ഭുതം ചെയ്തു. പെരുത്ത മീൻകൂട്ടം കണ്ടു. അന്നേരം പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണമേ എന്ന്. ഈ ഒരു മാറ്റമാണ് നമുക്ക് വേണ്ടത്. യേശുവിൻ്റെ സാമീപ്യം നമ്മുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉളവാക്കിയില്ല എങ്കിൽ ചില ഭൗതിക നന്മകൾ കൊണ്ട് മാത്രം നാം തൃപ്തിപ്പെട്ട് മരണമടയും. യേശു ആരാണെന്ന് വ്യക്തമായി അന്ന് പത്രോസിന് മനസ്സിലായി. തൻ്റെ പാപത്തെപ്പറ്റിയും അവന് മനസ്സിലായി. ഇവിടെ ഒരു കള്ളൻ യേശുവിനോട് പറയുന്നു, നീ ദൈവപുത്രനല്ലേ, എങ്കിൽ നീ ക്രൂശിൽ നിന്ന് ഇറങ്ങൂ, എന്നിട്ട് ഞങ്ങളെ കൂടി രക്ഷിക്കൂ. അപ്പോൾ ആ കള്ളൻ യേശുവിനെപ്പറ്റി മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്: യേശുവിന് ഇനി രക്ഷയില്ല, മണിക്കൂറുകൾക്കുള്ളിൽ ഇവൻ മരിക്കും. ഇത്രയും വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച യേശു ഇങ്ങനെ നിസ്സഹായനായി ഈ ക്രൂശിൽ കിടക്കുമോ? യേശു ദൈവമാണോ? ഇതേ സംശയം ഇന്ന് പലർക്കുമുണ്ട്. യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് അവൻ ക്രൂശിക്കപ്പെട്ടു? അവിടെ ഒരു വലിയ മാജിക്കോ മിറക്കിളോ ഒക്കെ കാണിച്ച് രക്ഷപ്പെടാമായിരുന്നില്ലേ? പലരും പറഞ്ഞു പ്രചരിപ്പിച്ച കഥ ഇങ്ങനെയാണ്: യേശു ക്രൂശിൽ മരിച്ചില്ല, പകരം യേശുവിനെ പോലെയുള്ള വേറെ ആരെയോ ആണ് ക്രൂശിൽ തൂക്കിയത് എന്ന്. അതിൻ്റെ ആവശ്യം യേശുവിനുണ്ടോ? ഇല്ല. ക്രൂശിൽ മരിക്കാൻ തയ്യാറായി വന്നവന് അവസാന നിമിഷം തന്നെ രക്ഷിക്കാൻ ഒരു അത്ഭുതം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്താൽ യേശുവിനെ നമുക്ക് വീണ്ടെടുപ്പുകാരനെന്നോ രക്ഷകനെന്നോ വിളിക്കാൻ കഴിയുകയില്ല. പരിഹസിച്ച കള്ളൻ്റെ ആവശ്യം യേശു ക്രൂശിൽ നിന്ന് സ്വയം രക്ഷിച്ചിറങ്ങണം, എന്നിട്ട് തന്നെ കൂടി രക്ഷിക്കണം. എന്നാൽ യേശു മരിച്ചിട്ട് 4 ദിവസമായി മരിച്ച ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവനാണ്. അലറി വരുന്ന തിലമാരെ ഒറ്റ വാക്കുകൊണ്ട് പിടിച്ചു നിർത്തിയവനാണ്. ലെഗ്യോൻ ബാധിച്ചവനെ സൗഖ്യമാക്കിയവനാണ്. ആ യേശുവിനെ ബന്ധിക്കാനും കൊല്ലാനും ഈ ലോകത്തിൽ ഒരു ശക്തിയും കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കാതെ പോകരുത്. എന്നിട്ടും യേശു ക്രൂശീകരിക്കപ്പെട്ടു. യേശു പാപികൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി. ക്രൂശിൽ തന്നെ യാഗമാക്കി. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ക്രൂശിൽ നിന്ന് ഇറങ്ങാനാണോ അതോ ക്രൂശിൽ കിടക്കാനാണോ ശക്തി വേണ്ടത്? തീർച്ചയായും ക്രൂശിൽ കിടക്കാനാണ്. ഒരു വാക്ക് തർക്കമുണ്ടാകുമ്പോൾ വാദിച്ച് ജയിക്കാനാണോ അതോ മിണ്ടാതിരിക്കാനാണോ ശക്തി വേണ്ടത്? മിണ്ടാതിരിക്കാനാണ് കൂടുതൽ ശക്തി വേണ്ടത്.
യേശുവിനെയോ യേശുവിൻ്റെ മഹത്വത്തെയോ ക്രൂശുമരണത്തെയോ മനസ്സിലാക്കാൻ ആ കള്ളന് സാധിച്ചില്ല എന്നതാണ് അവൻ്റെ ആദ്യത്തെ പ്രശ്നം. അടുത്തതായി അവന് ക്രൂശിൽ നിന്നുള്ളൊരു താൽക്കാലിക രക്ഷയാണ് വേണ്ടത്. നാമും പലപ്പോഴും അങ്ങനെയാണ്. തൽക്കാലത്തേക്കുള്ള കാര്യസാധ്യത്തിനായി, വിടുതലിനായി യേശുവിനോട് അടുത്തുകൂടും. പിന്നീട് ആ വഴി തിരിഞ്ഞു നോക്കാറേയില്ല. അങ്ങനെ ചെയ്യുമ്പോൾ താൽക്കാലിക രക്ഷ കൊണ്ട് നാം ഈ ലോകത്തിൽ തൃപ്തരായിരിക്കും. എന്നാൽ നിത്യരക്ഷ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇസ്രായേൽ മക്കൾ മന്നയും കാടപ്പക്ഷിയും കഴിച്ച് മരുഭൂമിയിൽ താൽക്കാലികമായി സന്തോഷിച്ചെങ്കിലും അവരിൽ മിക്ക പേരും, 2 പേരൊഴികെ ആരും വാഗ്ദത്ത കനാലിലേക്ക് പ്രവേശിച്ചില്ല എന്നത് ഓർക്കുക. മൂന്നാമതായി തൻ്റെ അവസാനം എന്താകും എന്ന് ആ കള്ളൻ ചിന്തിച്ചില്ല. മരണാനന്തരം താൻ എവിടെയായിരിക്കും? അവസാന നിമിഷങ്ങളിൽ പോലും താൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തെറ്റുകളെ അവൻ ഓർക്കുകയോ പശ്ചാത്തപിക്കുകയോ ചെയ്തില്ല. യേശു തൊട്ടടുത്തുണ്ടായിട്ടും അവന് പ്രയോജനമില്ലാതെ പോയി. യേശുവിൻ്റെ ക്രൂശുമരണവും പീഡനങ്ങളും എല്ലാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അവനായിരുന്നിട്ടും അവന് യേശുവിനെ നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യേശു രാജാവാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇന്നും ഈ ലോകത്തിൽ യേശുവിനെ മനസ്സിലാക്കാത്ത അനേകരുണ്ട്. വചനം കേട്ടിട്ടും ആരാധനയെ പങ്കുകൊണ്ടിട്ടും സാക്ഷ്യങ്ങൾ കേട്ടിട്ടും അതിൻ്റെ പ്രയോജനം ലഭിക്കാത്തവരുമുണ്ട്. കാരണം യേശുവിനെ അവർ യഥാർത്ഥമായി മനസ്സിലാക്കുന്നില്ല. സാധാരണ കണ്ണുകൾ കൊണ്ട് യേശുവിനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിനെ യഥാർത്ഥമായി അറിയാൻ സാധിക്കൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ യേശു ആരാണെന്ന്, യേശു എന്തിനായി ഈ ഭൂമിയിലേക്ക് വന്നു എന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എഫേസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും യേശുവിനെ ചരിത്രപുരുഷനായി കാണുമ്പോൾ ജീവന്റെ നാഥനായി, ദൈവമായി, രാജാതിരാജാവായി മനസ്സിലാക്കാൻ, അറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.